ഫ്രണ്ട്സ്, ചെമ്മിനി പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത്. ശ്രുതി കാരണം നമ്മുടെ ശ്രുതിക്ക് ഒരു 8ന്റെ പണി കിട്ടുകയാണ്. ശ്രുതി ചെന്നിട്ട് ഒരു പെണ്ണ് കേസി പെട്ടുപോവാണ്. ആകെപ്പാടെ എല്ലാവരുടെ മുമ്പിലെ ശ്രുതി അങ്ങ് നാണം കെടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആദിയെ ഉപേക്ഷിച്ചിട്ട് പോവാണല്ലോ ആദിയുടെ മുത്തശ്ശി. അങ്ങനെ ആദിയെ കാണാനായിട്ട് മുത്തശ്ശി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രുതിയോട് സംസാരിക്കുന്നു ഒക്കെ ഉണ്ട് കുട്ടിയുടെ കാര്യം കേട്ടോ. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ രേവതി ഓടി ചെല്ലുന്നുണ്ട് ആദിയുടെ അമ്മൂമ്മയുടെ അടുക്കേക്ക്. ആദിയുടെ അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പം ആദിയുടെ അമ്മൂമ്മ വെട്ടി തുറന്ന് പറയുകയാണ് ചില കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ കുറിച്ചിട്ട്. അതൊക്കെ കേട്ടിട്ട് എന്താണെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. ലൈക്കൊക്കെ തീരെ കുറവാണ്, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി ഓഫീസിലാണ് കേട്ടോ. അതേസമയം ഓഫീസിൽ ഒരു കപ്പിൾസ് ജോലി ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ കടയിൽ. അവർ ഭാര്യയും ഭർത്താവും അവിടെ തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അങ്ങനെ അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം വരികയാണ്. ഒരു 3 ലക്ഷം രൂപയുടെ ആവശ്യമാണ് കേട്ടോ ശ്രുതിക്ക് വരുന്നത്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പണത്തിന് ആവശ്യമുണ്ടല്ലോ, എന്താ ചെയ്യുക, ഒരു 3 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണം. അത്രയൊന്നും എന്തായാലും എൻ്റെ കയ്യിലില്ല. അതുപോലെ തന്നെ ശ്രുതിയുടെ കടയിലും അത്രയും കാണില്ല. ഇനിയിപ്പോൾ എങ്ങനെ അത്രയും പണം എടുക്കുക? ഇനി ശ്രുതിയുടെ കടയിൽ നിന്നുള്ള പണം എടുക്കാമെന്ന് വിചാരിച്ചാലും ശ്രുതി അറിഞ്ഞാൽ അത് തരികയില്ല, സമ്മതിക്കുകയില്ല. എന്താ ചെയ്യാം, മോഷ്ടിച്ചെടുക്കുക അന്യ നിവർത്തിയുള്ളൂ. ശ്രുതി അറിയാതെ 1 ലക്ഷം രൂപയെങ്കിലും ആ കടയിൽ നിന്ന് മോഷ്ടിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ദിവസം കടയിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ശ്രുതി പോലും അറിയാതെ മേശ തുറന്ന് നോക്കുക. അപ്പോൾ 1 ലക്ഷം രൂപയൊന്നും ശ്രുതിയുടെ കടയിൽ ഇല്ല കേട്ടോ. ഒരു 50,000 60,000 രൂപയൊക്കെ കാണും. അത്രയേ ഉള്ളൂ ശ്രുതിയുടെ ക്യാഷായിട്ട് ഇരിക്കുന്നുള്ളൂ. അത് കണ്ടിട്ട് അപ്പോഴേക്കും ശ്രുതി ആലോചിക്കുക, എന്നാൽ പിന്നെ ഇത് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ അതങ്ങ് എടുത്തേക്കാം. ഇനിയിപ്പോൾ 1-2 ലക്ഷം രൂപ വേണമെങ്കിലും ഇവൻ്റെ കടയിലില്ല. പിന്നെ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? ചോദിച്ചോട്ട് തരികയില്ല. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ ഇത് വാങ്ങുന്നതെന്നൊക്കെ ചോദിക്കും. അതൊക്കെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണെന്ന് അറിയുമ്പം അവനെല്ലാം അറിയില്ലേ. അതുകൊണ്ട് ഉള്ളത് അങ്ങ് അടിച്ചു മാറ്റാമെന്ന് വിചാരിക്കുക. അങ്ങനെ ശ്രുതി ആ പണം എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി പണം എടുത്തിട്ട് പോവുക. അതേസമയം വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ മേശയിൽ നോക്കുവാണ് പണം നോക്കുമ്പോഴേക്കും ഇല്ല, ഇതിൽ പണമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും പെട്ടെന്ന് ആ പാടെ ടെൻഷനാകുക ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുക, ശ്രുതി ദേ ഈ മേശയിൽ കുറച്ച് പണം ഇരുന്നിരുന്നു, അപ്പോൾ അത് കാണുന്നില്ല, ആരോ എടുത്തിട്ടുണ്ട്, നീ എടുത്തോ, ആകെ പാടെ ലാഭം കിട്ടിയ പണം അത്. അടുത്ത ദിവസമാണെങ്കിൽ അത് ലോണൊക്കെ അടയ്ക്കേണ്ടതാ, ഞാൻ പല ആവശ്യങ്ങൾ വിചാരിച്ച് വച്ചിരുന്ന പണം, ഇതിപ്പോൾ ആരെടുത്തോണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ ശ്രുതിയെ ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒരു കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ലേഡി ഉണ്ട് കേട്ടോ. ആ ലേഡിയെ കാണിച്ചിട്ട് പറയാണ്, ദേ ഇവള് ഒരു കള്ളലക്ഷണമുണ്ട് ശ്രുതി, ഇവരായിരിക്കും എടുത്തിരിക്കുന്നത്, ഭാര്യയും ഭർത്താവും ഇവിടെ അല്ലേ ജോലി ചെയ്യുന്നത്, അപ്പോഴേക്കും ഭാര്യയും ഭർത്താവും കൂടി ഇവിടുന്ന് എടുത്തതായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുകയാണ് അവരോട്, നിങ്ങളാണല്ലേ പണം എടുത്തത്, ഈ മേശയ്ക്കകത്തുനിന്ന് പണം എടുത്തത് നിങ്ങളാണല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ പണമൊന്നും എടുത്തിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇതിനു മുമ്പും പല സ്ഥലത്തും ജോലി ചെയ്യാൻ നിന്നിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്നൊന്നും ഞാൻ പണമൊന്നും എടുത്തിട്ടില്ല ആരുടെയും. ഇതിപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? അപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ചോദിക്കുക, എന്താ സാർ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ അത്തരക്കാരല്ല, ഞങ്ങൾ ആരുടെയും പണമൊന്നും എടുക്കാറില്ല എന്ന് പറയാം. അപ്പോഴേക്ക് ശ്രുതി പറയാം, നിങ്ങൾ നുണ പറയരുത്, നിങ്ങൾ പണം എടുത്തിട്ടുണ്ട്, ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കും, നിങ്ങളെ പിടിപ്പിക്കുമെന്ന് പറയാം. അപ്പോൾ ഉടനെ അയാൾ പറയുന്നുണ്ട്, ഇല്ല സാർ ഞങ്ങൾ എടുത്തിട്ടില്ല, ഞാനും എൻ്റെ വൈഫും അത്തരക്കാരല്ല, ഞങ്ങളെങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നാണം കെടുത്തരുത് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി നമുക്ക് പോലീസിനെ വിളിക്കാം, പോലീസ് വരട്ടെ, പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ, ഇവരെ അറസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അവർ പറയാം, അയ്യോ സാറേ ഞങ്ങൾ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയാം. അപ്പോൾ ശ്രുതി പെട്ടെന്ന് പറയാം, അയ്യോ ശ്രുതി പോലീസിനെ ഒന്നും വിളിക്കണ്ട, പോലീസൊക്കെ വന്നാൽ പിന്നെ ഭയങ്കര പ്രശ്നമാവും, അന്വേഷണം തിരക്ക്, നമുക്കിതിൻ്റെ ഇരട്ടി നഷ്ടം വരും, എടുത്തവരെ എടുക്കട്ടെ, ഇനി ഇവരെ രണ്ടിനെ ഇവിടെ ജോലിക്ക് നിർത്തണ്ട, രണ്ടിനെ അങ്ങ് കയ്യോടെ പിരിച്ചുവിട്, അതാ ചെയ്യേണ്ടത് എന്ന് പറയാണ്. അത് കേൾക്കേണ്ട താമസം ശ്രുതി പറയാം, ശരിയാ, രണ്ടുപേരും ഇനി നാളെ മുതൽ ജോലിക്ക് വരണ്ട, ഇവിടെ നിങ്ങളുടെ സേവനം ആവശ്യമില്ല, കടയിൽ നിന്ന് മോഷ്ടിക്കാനാണോ രണ്ടും കൂടി ഇറങ്ങിത്തിരിക്കുന്നത്, കാണുമ്പോൾ തന്നെ അറിയാം കള്ളന്മാരാണെന്ന്, ഇവിടെ നിന്ന് ഇറങ്ങിക്കോളെന്ന് പറയാണ്. അപ്പോൾ അവരാവുന്ന പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല, ഞങ്ങളെ ഒരു കാര്യമില്ലാതെ ഇവിടുന്ന് പിരിച്ചു വിടരുത് കേട്ടോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതി ഇറക്കി വിടുകയാണ്. അങ്ങനെ അവർക്ക് ജോലിയെല്ലാം പോയി അവർ ആകപ്പാടെ വിഷമിച്ച് അങ്ങ് പോകുന്ന വഴി അവർ പറയുന്നുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം, അയാൾ നമ്മളെ കുടുക്കിയതാ, നമ്മളെ ഒന്നും തരാതെ ഇത്രയും നാളും ജോലി ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടില്ലേ, നമ്മളെ കള്ളന്മാരാക്കി ചിത്രീകരിച്ചില്ലേ, ഇതിനൊക്കെ ഒരു പകരം വീട്ടണം, ഒരു പണി കൊടുക്കണം അവനിട്ട് എന്നവർ രണ്ടുപേരോട് ഇങ്ങനെ പറഞ്ഞ് പോവുകയാണ്.
അതേസമയം നമ്മുടെ വർഷയാണെങ്കിൽ പുതിയ ഹോട്ടൽ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വർഷ ഹോട്ടലൊക്കെ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഇൻവിറ്റേഷനൊക്കെ അടിച്ചിറക്കിയിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിലെല്ലാവർക്കും ഇൻവിറ്റേഷനൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. വർഷയ്ക്കാണെങ്കിൽ പുതിയ ഹോട്ടൽ തുടങ്ങണം. അതേസമയം ശ്രീകാന്താണെങ്കിൽ പഴയ ഹോട്ടലിൽ നിന്ന് തിരിച്ച് വർഷയുടെ ഹോട്ടലിൽ വന്ന് വർക്ക് ചെയ്യാനൊന്നും വരില്ല. പക്ഷേ വരണ്ട, ശ്രീകാന്ത് അവിടെ തന്നെ വർക്ക് ചെയ്തോളാം വർഷ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വർഷ പുതിയ ഹോട്ടൽ തുടങ്ങി അതിൻ്റെ ഇൻവിറ്റേഷൻ കൊണ്ടുവന്ന് ആദ്യമേ തന്നെ കൊടുക്കുന്നത് രവിയുടെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും കയ്യിലാണ്. എന്നിട്ട് രവിയോട് പറയുന്നുണ്ട്, അച്ഛാ ദേ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഇനോഗ്രേഷനാണ് അടുത്ത ദിവസം, അച്ഛനും അമ്മയും എന്തായാലും വരണം, ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം, ഭയങ്കര സന്തോഷമാണ്, ഇത് നിങ്ങൾക്കുള്ള ഡ്രസ്സാണ്, അന്ന് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാനായിട്ടുള്ള ഡ്രസ്സാണെന്ന് പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും വാങ്ങി തരണ്ടായിരുന്നു മോളെ എന്ന് പറയാം. ഇല്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അച്ഛനും അമ്മയും ഇത് വാങ്ങണം, ഈ ഡ്രസ്സ് ഇട്ട് അന്നത്തെ ദിവസം അവിടെ വരണം, ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം അതിനുശേഷം അവർ ചെന്നിട്ട് ശ്രുതിയോടും പറയാണ്, ദേ ഞാൻ ഹോട്ടൽ തുടങ്ങാൻ പോവാണ്, പുതിയ ഹോട്ടൽ, അതിൻ്റെ ഇൻവിറ്റേഷനാണ്, 2 പേരും വരണം എന്ന് പറയാം. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, നീ ഹോട്ടലൊക്കെ തുടങ്ങുന്നുണ്ട്, നിൻ്റെ ഭർത്താവ് ശ്രീകാന്ത് മറ്റേ നീതുവിൻ്റെ ഹോട്ടലിലല്ലേ വർക്ക് ചെയ്യുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അവൻ കൂട്ടാക്കുന്നില്ല അല്ലേ? അപ്പോൾ വർഷം പറയും, ഇല്ല, അവൻ അവിടെ വർക്ക് ചെയ്തോട്ടെ, ഇപ്പം അവൻ വരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല, ഞങ്ങളുടെ ഹോട്ടലിൽ വേറെ ഒരുപാട് ഷെഫുമാരുണ്ട്, അവൻ അവിടെ കംഫർട്ടബിൾ എങ്കിൽ അവൻ അവിടെ വർക്ക് ചെയ്തോട്ടെ, ഞാൻ എന്തിനാ അവനെ നിർബന്ധിക്കുന്നത്, ഇത് എൻ്റെ ഹോട്ടലാണ്, ഞാൻ ഭംഗിയായിട്ട് നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക, അതിനെന്താ, നിങ്ങൾ 2 പേരും വരണം കേട്ടോ എന്ന് പറയണം. അപ്പം എന്നിട്ട് വർഷം അങ്ങ് പോകുമ്പം ശ്രുതിയോട് പറയാം, കണ്ടോ അവൾ പുതിയ ഹോട്ടലൊക്കെ തുടങ്ങി, എന്നാ വേണം അവൾക്ക്, കണ്ടില്ലേ അഹങ്കാരം, അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു, നമുക്കൊന്നും എടുത്തൊന്നും തന്നില്ല, ചെല്ലണമെന്ന്, ഇനി അതും ഒരു ചിലവാ, ഹോട്ടലിൽ ഇനാഗ്രേഷന് ചെല്ലുമ്പം എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ, കണ്ടില്ലേ ആ ശ്രീകാന്ത്, ആ നീതുവിൻ്റെ പുറകെ അവൻ, അത് പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവളുടെ ഉള്ളിൽ നല്ല വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ അവളത് പുറത്ത് പറയാത്തതാ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ അതിനുശേഷം ആ ഇൻവിറ്റേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ വർഷ സച്ചിയുടെയും രേവതിയുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് സച്ചി നോക്കി, ആഹാ ഉദ്ഘാടനമൊക്കെ ആയോ വർഷേ, നിൻ്റെ ഹോട്ടലിൻ്റെ കൊള്ളാമല്ലോ, നീ ഒരു മിടുക്കി തന്നെയാണല്ലോ, ഇപ്പോൾ ഈ വീട്ടിൽ എല്ലാവരും ബിസിനസ്സുകാരാണല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് നിൻ്റെ കൂടെ അല്ലേ വർക്ക് ചെയ്യാൻ വരുന്നത്, അവിടുത്തെ ചീഫ് ഷെഫ് അവനായിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുക സച്ചി. അപ്പം വർഷ പറയും, ഏയ് അല്ല, ശ്രീകാന്ത് അല്ല, അവൻ ആ പഴയ ഹോട്ടലിൽ തന്നെ വർക്ക് ചെയ്യുന്നത്, അവനിപ്പോൾ എൻ്റെ ഹോട്ടലിലോട്ട് വരാൻ താല്പര്യമൊന്നുമില്ല, അവൻ അവിടെ തന്നെ ചെയ്തോളാന്നാണ് പറയുന്നത്. സാരില്ല, അവനവിടെ ചെയ്യട്ടെ, അവനെ നമ്മൾ നിർബന്ധിക്കില്ലതല്ലോ, ഇതിപ്പോൾ ഞാൻ നടന്ന സ്ഥാപനമല്ലേ, അതുകൊണ്ട് സച്ചിയേട്ടന് രേവതി ചേച്ചിയും വരണം, ദേ 2 പേർക്കും അന്ന് ഇട്ടിട്ട് വരാനുള്ള ഡ്രസ്സാണ്, ദേ സാരിയുണ്ട് രേവതി ചേച്ചിക്ക്, ഷർട്ടും മുണ്ടും ഉണ്ട് സച്ചിയേട്ടന്, 2 പേര് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അന്ന് ഇനാഗ്രേഷൻ്റെ സമയത്ത് അവിടെ പ്രസൻ്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ രേവതി പറയാം, നല്ല സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷേ നീ നന്നായി വരും, നീ മിടുക്കിയ എന്നൊക്കെ പറഞ്ഞ് രേവതി അനുഗ്രഹിക്കുക. അതേസമയം നമ്മുടെ രവിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുക. അങ്ങനെ ദേവി ചെന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രേ, നമ്മുടെ മക്കളെല്ലാം രക്ഷപ്പെട്ട് വരിക, ഇപ്പോൾ കണ്ടില്ലേ ശ്രുതിയാണെങ്കിൽ കടയിട്ടിട്ടുണ്ട്, അതുപോലെ ശ്രുതിക്ക് ബ്യൂട്ടി പാർലറും ഉണ്ട്, സച്ചിയുടെ പുതിയൊരു കാറ് കൂടി എടുത്തു, അതുപോലെ തന്നെ രേവതിക്കാണെങ്കിൽ പൂക്കച്ചവടവും പൂവിൻ്റെ ബിസിനസ്സും ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു, ശ്രീകാന്ത് ജോലി ചെയ്യാൻ പോകുന്നുണ്ട്, ഇതിൻ്റെ വർഷ പുതിയ ഹോട്ടൽ വിട്ടു, ഇനി എന്ത് വേണം, എല്ലാവരും നന്നാവോ നമ്മുടെ മക്കളല്ലേ എന്ന് പറയുക. അപ്പോൾ ചന്ദ്ര പറയാം, ആ ശരിയാ, എല്ലാവരും നന്നാവുക, സച്ചിയുടെയും രേവതിയുടെയും കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു ടെൻഷൻ, എനിക്കങ്ങ് പിടിക്കുന്നില്ല രേവതിയുടെ മാലകെട്ട് എന്ന് പറയണം. അപ്പോൾ രവി പറയാം, എന്താ കുഴപ്പം, രേവതി മോള് നന്നായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട്, അവൾ നല്ല കഠിനാധ്വാനം ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്, അതിന് നിനക്കെന്താ ഒരു കുറച്ചിൽ പോലെ എന്ന് ചോദിക്കുക. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതേസമയം നമ്മുടെ വർഷയാണെങ്കിൽ ഇൻവിറ്റേഷനും ഒക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. ശ്രീകാന്ത് ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്, അവിടുത്തെ ഓണർക്കും ഒക്കെ കൊടുക്കാൻ അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഓണറിൻ്റെ മോള് നീതു ഉണ്ടല്ലോ, നീതുവിന് ശ്രീകാന്തിനോടൊരു താല്പര്യമൊക്കെ ഉണ്ട്, ശ്രീകാന്തിനെ വിവാഹം കഴിച്ചാൽ കൊല്ലാമെന്നൊക്കെ നീതുവിന് താല്പര്യമുണ്ട്, പക്ഷേ വർഷയെ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് നീതുവിന് ശ്രീകാന്തിനെ വിവാഹം കഴിക്കണം എന്നൊക്കെ ഉണ്ട്. ശ്രീകാന്തിന് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയാം, ശ്രീകാന്തെ ദേ നിൻ്റെ ഓണറെ വിളിക്കാൻ വേണ്ടി ഞാൻ വന്നതാ, ഹോട്ടലിൻ്റെ ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ വാ നമുക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ നീതുവിൻ്റെ അടുക്ക ചെന്ന് ഈ ഇൻവിറ്റേഷൻ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. നീതുവിനോട് വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ വർഷയ്ക്കും, കാരണം എന്തോ ഒരു നീതുവിന് പന്തികേടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് വർഷയ്ക്ക്. വർഷ പറയുന്നുണ്ട്, നീതു വരണം കേട്ടോ, ഞാൻ പുതിയൊരു ഹോട്ടൽ തുടങ്ങുകയാണെന്ന് പറയാം.
ആഹാ, പുതിയ ഹോട്ടൽ തുടങ്ങാണോ വർഷ? ഞാനിപ്പോഴാണല്ലോ ഇതറിഞ്ഞത്. അപ്പോൾ നമ്മൾ തമ്മിലൊരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയാം. അപ്പോൾ വർഷ പറയാം, അതൊക്കെ പിന്നെ ഉണ്ടാവുമല്ലോ. എന്തായാലും ഒരേ ഫീൽഡിലുള്ള ബിസിനസ് ആകുമ്പോൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. അതിനിപ്പോൾ എന്താ എന്ന് പറയാനും. അപ്പം ശ്രീകാന്ത് ആയിരിക്കുമോ അവിടുത്തെ ചീഫ് ഷെഫ്? ശ്രീകാന്ത് ഇവിടുന്ന് പോവുകയാണോ എന്ന് ചോദിക്കുക. അപ്പോഴേക്ക് ശ്രീകാന്ത് പറയും, ഏയ് ഞാനിവിടുന്ന് പോകുന്നൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ ചീഫ് ഷെഫ് തന്നെയാണ്. ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുതിയ ഹോട്ടലിലേക്ക് പോകുന്നില്ല. അവിടെ വേറെ ആരെങ്കിലും നിയമിച്ചോളും ഇവള് എന്ന് പറയുമ്പോൾ വർഷ പറയാം, ശരിയാ നീതു, ശ്രീകാന്ത് വരുന്നില്ല, ശ്രീകാന്തിന് വരാൻ താല്പര്യമില്ല, ശ്രീകാന്ത് ഇവിടെ ജോലി ചെയ്തോളും. എനിക്ക് പക്ഷേ വേറെ എത്രയോ ഷെഫുമാരെ കിട്ടും, അതുകൊണ്ട് എൻ്റെ ഹോട്ടലിൽ വേറെ ഷെഫുമാരെ ഞാൻ നിയമിച്ചോളാം. നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ നമുക്ക് രണ്ടു പേർക്കും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് പോവാണ്. അങ്ങനെ വർഷയുടെ ഹോട്ടലൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സമയമായി. അതേസമയം നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി കടയിൽ നിൽക്കുകയാണ്, ഹോം അപ്ലയൻസ് ഷോപ്പിൽ. അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ രണ്ടുപേര് കയറി വരിക. കുറച്ച് പോലീസുകാരും കൂടെയുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ കയറി വന്നിട്ട് നോക്കുമ്പം അന്ന് പിരിച്ചുവിട്ട ആ കപ്പിൾസാണ്. അവർ രണ്ടുപേരും കൂടെ വരുന്ന കണ്ടുകൊണ്ട് ശ്രുതി പറയുക ശ്രുതിയോട്, ദേ നമ്മൾ പിരിച്ചുവിട്ട രണ്ടെണ്ണം വരുന്നു, ഇനി എന്തെങ്കിലും മോഷ്ടിക്കാനായിരിക്കും, നഷ്ടപരിഹാരം ചോദിക്കാമെന്ന് പറയുക. അപ്പോൾ ശ്രുതിക്കൊന്ന് പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമായി തീരുമോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ പോലീസുമായിട്ടൊക്കെയാണ് വരവ്. അപ്പോൾ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇയാളാണ് കേട്ടോ, ഇയാളാണ് എൻ്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയത്. എന്തുമാത്രം മോശമായിട്ട് പെരുമാറിയെന്നറിയാവോ? എന്നിട്ട് അവൾ അതിനൊന്നും സമ്മതിക്കാതിരുന്നപ്പം കള്ളിയാക്കി പിരിച്ചു വിട്ടു. ഞങ്ങൾ ഇവരുടെ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിടുകയായിരുന്നു ചെയ്തത്. സാർ ഇവിടെ വന്ന് CCTV ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ഞങ്ങൾ ഇവരുടെ പണം മോഷ്ടിച്ചിട്ടുണ്ടോയെന്ന്. പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പോൾ ഇയാളുടെ ഉദ്ദേശം നടക്കാത്തത് കൊണ്ട് ഇയാൾ അങ്ങനെ ഞങ്ങളെ പിരിച്ചു വിട്ടാന്ന് പറയാം. അപ്പോഴേക്കും ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവാണേ. ശ്രുതി മനസ്സിൽ പോലും വിചാരിച്ച കാര്യമല്ലല്ലോ ഈ പെണ്ണുകേസ്. അപ്പം ശ്രുതി പറയും, എന്താ പറയുന്നത്? ഞാൻ ഇവരോട് മോശമായി പെരുമാറിയെന്നോ? ഈ സ്ത്രീയോട് ഞാൻ മോശമായിട്ട് പോലും പെരുമാറിയിട്ടില്ല, നേരെ പോലും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാ ഈ കള്ളത്തരം പറഞ്ഞു വരുന്നത്? രണ്ടുപേരും കൂടെ ഞങ്ങളുടെ കടയിലെ പണം മോഷ്ടിച്ചിട്ട് ഇപ്പം കള്ളത്തരം പറഞ്ഞു വരുന്നോ? അപ്പോഴേക്കും പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. ഇവർ പറയുന്നത് നിങ്ങൾ ഈ സ്ത്രീയോട് മോശമായി പെരുമാറിയെന്നും അവർ നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്ന് തരാത്തത് കൊണ്ട് നിങ്ങൾ അവരെ കള്ളിയാക്കിയെന്നും ഒക്കെയാണ്. അതിനുശേഷം ഇവരെ രണ്ടുപേരെ ഇവിടുന്ന് പിരിച്ചു വിട്ടെന്നും പറയുന്നു. ഇവിടുത്തെ സ്റ്റാഫുകളിൽ ചിലരൊക്കെ മൊഴി തന്നിട്ടുണ്ട്, ഇവർ മോഷ്ടിച്ചിട്ടില്ലാന്നും നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി ഇവരെ പറഞ്ഞു വിട്ടതാണെന്നും ഈ സ്ത്രീയുടെ മേളിൽ നിങ്ങൾക്കൊരു കണ്ണുണ്ടായിരുന്നു എന്നും ഒക്കെ. അപ്പം ഞെട്ടിപ്പോവോ ശ്രുതി, എനിക്കോ ഇവരുടെ മേളിൽ കണ്ണോ? അയ്യേ, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതേ ഇതെൻ്റെ ഭാര്യ ശ്രുതി, ഇവളുള്ളപ്പോൾ ഞാൻ പിന്നെ ഇതിന് ഇവരുടെ നേരെ പോകുന്നത്? അപ്പോഴേക്കും ആ പോലീസുകാരൻ പറയണം, അതെങ്ങനെയാ, പല ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ, ഭാര്യമാരില്ലാത്തവരൊന്നും അല്ലല്ലോ മറ്റു പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നത്. നിങ്ങൾ കൂടുതൽ ഉരുട്ട് കളിക്കൊന്നും വേണ്ട, ദേ ഇവർ കേസ് തരാൻ വേണ്ടി പോയതാ, കേസ് തന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ലേന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാകാണ് കേട്ടോ, ഇവരും കരുതി കൂട്ടി തന്നെയാണ് രണ്ടും കൂടി വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ശ്രുതി അവിടെ വന്നിട്ട് പറയാം, എൻ്റെ ശ്രുതി, ഞാൻ അവരെ ഒന്നും മോശമായിട്ട് നോക്കുവോ ഒന്നും ചെയ്തിട്ടില്ല, നീയും അന്ന് ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അവർ പറയുന്ന കേട്ടില്ലേ നമ്മുടെ പണം മോഷ്ടിച്ചിട്ട് ഞാൻ അവരെ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണെന്ന്. ഇത് കണ്ടില്ലേ ഇപ്പോൾ കേസ് കൊടുക്കാൻ പോകുന്നത്, ഇതൊരു നാറ്റ കേസായല്ലോ ശ്രുതി എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക, നമുക്കിതെങ്ങനെയെങ്കിലും ഒത്തു തീർക്കാമെന്ന് പറയാം. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് ശ്രുതി, അതെ ഇത് കേസ് കൊടുക്കാതെ എങ്ങനെയെങ്കിലും ഒത്തു തീർക്കാൻ പറ്റുമോ? അപ്പോൾ ആ പോലീസുകാർ പറയാം, അങ്ങനെ വല്ല കാര്യം നോക്ക്, ഇനിയിപ്പോൾ കേസും വക്കാലത്തും ഒക്കെ ആയിക്കഴിഞ്ഞാലേ ആകെ മൊത്തം പ്രശ്നമാകും, നിങ്ങൾ തന്നെ നാറും. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് നാറാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒത്തുതീർപ്പ് നടത്ത്, പരസ്പരം നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന് പറയാം. അപ്പം ശ്രുതിയും കൂടെ ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് തരണം, ഈ കേസിൽ നിന്നൊന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ? അപ്പോൾ അവർ പറയാം, കേസിൽ നിന്നൊക്കെ ഒഴിവാക്കി തരാം, അതിനായിട്ട് ഞങ്ങൾക്കൊരു 3 ലക്ഷം രൂപ തരണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറയാം. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുക, 3 ലക്ഷം രൂപയോ? 3 ലക്ഷം രൂപയൊന്നും ഇപ്പോൾ തരാനായിട്ടില്ല, അതൊന്നും ഇല്ല എന്ന് പറയാം. അപ്പോൾ ശ്രുതിയും പറയാം, ഇല്ല 3 ലക്ഷം ഒന്നും തന്ന് ഇത് ഒഴിവാക്കുമൊന്നും വേണ്ട, നിങ്ങൾ ഞങ്ങളെ പണം എടുത്തവരാ എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്നാ ഒഴിവാക്കേണ്ട, കേസിന് പോകാം, അപ്പോൾ അങ്ങ് നാറുമല്ലോ, അത് മതി. അപ്പോൾ ശ്രുതി പറയാം, അയ്യോ വേണ്ട 3 ലക്ഷമെങ്കിൽ 3 ലക്ഷം തരാം, പക്ഷെ ഒന്നിച്ച് തരാനില്ല, ഇപ്പോൾ 1 ലക്ഷം രൂപ തരാം, ബാക്കി പണം മാസമായിട്ട് തന്നേക്കാം എന്ന് പറയാണ്. അപ്പോൾ അവർ സമ്മതിക്കുക, ശരി സമ്മതിച്ചു, കേസിന് പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ, നാണം കെടുകല്ലോ. അപ്പോൾ പോലീസുകാരൻ പറയണം, അപ്പോൾ നിങ്ങൾ തമ്മിലെ കോംപ്രമൈസായി, ഇനി ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ, ഞങ്ങൾ പോയേക്കാണ്, പണം കൊടുത്ത് എല്ലാ കാര്യങ്ങളും തീർച്ചപ്പെടുത്തിക്കോളാൻ പറയാം. അപ്പോഴേക്കും അയാൾ വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട്, കണ്ടോ ഞങ്ങളോട് കളിച്ച ഇങ്ങനെ ഇരിക്കും, നിങ്ങളോർത്ത് എന്താ ഒന്നും തരാതെ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാമെന്ന്, കള്ളനും കളിയായിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല, അതുകൊണ്ടേ മാസം അങ്ങോട്ട് പൈസ തന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ആ ഒരു പണമൊക്കെ വാങ്ങിയിട്ട് അങ്ങ് പോവാം.
അങ്ങനെ ശ്രുതി കഷ്ടിച്ച് പെൺ കേസിൽ നിന്ന് അങ്ങ് ഒഴിവായി കിട്ടുകയാണ്. അതിനൊക്കെ ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിയുടെ സ്കൂളാണ് കേട്ടോ. ആദിയാണെങ്കിൽ സ്കൂളിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം അമ്മ വരാത്തത് കൊണ്ട് അവിടെ ഒരു ആനുവൽ ഡേ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ആദിയുടെ മാത്രം അമ്മ എത്തുന്നില്ല, വേറെ കുട്ടികളുടെ എല്ലാ അമ്മ എത്തുന്നുണ്ട്. അങ്ങനെ അമ്മ എത്താത്തത് കൊണ്ട് തന്നെ ആദ്യം അവിടെ കിടന്ന് കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. ശ്രുതിയാണെ കൊച്ചിനെ കൊണ്ടുവന്ന് ബോർഡിംഗ് സ്കൂളിലാക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ ശ്രുതിയുടെ ഒരു ഫ്രണ്ടിനെയാണ് കേട്ടോ അതിൻ്റെ ഗാർഡിയനായിട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെ സ്കൂളുകാർ ഗാർഡിയനെ വിളിക്കുകയാണ്. ഗാർഡിയനെ വിളിച്ചിട്ട് പറയാണ്, ആദി ഇവിടെ ഭയങ്കര ബഹളമാണ്, ആദിയുടെ അമ്മയെ കാണാഞ്ഞിട്ട്. ബോർഡിങ്ങിലും സ്കൂളിലും എല്ലാം പ്രശ്നമാണ്, ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഉപദ്രവിക്കുകയാണ്, കുട്ടികളൊക്കെ അവനെ കളിയാക്കുന്നു, അതുകൊണ്ട് അവൻ ആകെ മൂഡ് ഓഫാ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ആ കുട്ടിയുടെ അമ്മയോട് വന്നൊന്ന് കാണാനെങ്കിലും പറ എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാരി ശ്രുതിയെ വിളിക്കുകയാണ്, കല്യാണി ദേ നിൻ്റെ മോൻ ആദി ഇവിടെ ഭയങ്കര ബഹളമാണ്, സ്കൂളുകാർ എന്നെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു, അവനാണെ ഭക്ഷണം കഴിക്കുന്നു പോലുമില്ല, എല്ലാ കുട്ടികളും അവനെ കളിയാക്കുന്നു, ആനുവൽ ഡേക്ക് പോലും നീ അവിടെ ചെന്നില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് അമ്മയില്ല അച്ഛനും ഇല്ല എന്ന് അവൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു. അതവന് ഭയങ്കര വിഷമമായിപ്പോയി, അതുകൊണ്ട് അവൻ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. എൻ്റെ പൊന്നു കല്യാണി, നീ ഒന്ന് അവനെ പോയി കണ്ട് ആശ്വസിപ്പിക്കുക. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, അതെങ്ങനെയാണ് ഞാൻ ആശ്വസിപ്പിക്കാൻ പോകുന്നത്, ഞാനിനി അവൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന ആരെങ്കിലും കണ്ടിട്ട് വേണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം. അപ്പോഴേക്കും കൂട്ടുകാരി സമ്മതിക്കുന്നില്ല കേട്ടോ. അതേസമയം ശ്രുതി അവിടെ ചെല്ലുക. ശ്രുതി ചെന്നിട്ട് ആദിയോട് സംസാരിക്കുക, ആദി മോനെ നിനക്കറിയില്ലേ? അപ്പോൾ ആദി പറയാ, എന്തറിയാനാ, അമ്മയുടെ കൂടെ എന്നെ താമസിപ്പിച്ചുകൂടെ? അമ്മ അവിടെ സച്ചി അങ്കിളിൻ്റെയും രേവതി ആൻറ്റിയുടെയും വീട്ടിലല്ലേ താമസിക്കുന്നത്, അമ്മ ദുബായിലാണെന്നാണ് ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അമ്മ ദുബായിലൊന്നും അല്ലല്ലോ, ആ വീട്ടിൽ അമ്മയുണ്ട്, ആ കൂടെ ഞങ്ങളെ കൂടി നിർത്താൻ എന്താ, ഞാനും കൂടി അവിടെ നിന്നാലെന്താ? സച്ചി അങ്കിളിൻ്റെ രേവതി ആൻറ്റിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? എൻ്റെ മോനെ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, നിനക്കിപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയിലമ്മ. എന്തവസ്ഥയിലാണെന്നാ പറയുന്നത്? അമ്മയുടെ മോൻ തന്നെയല്ലേ ഞാൻ, അമ്മ പ്രസവിച്ച മോനല്ലേ ഞാൻ, എന്നിട്ട് പിന്നെ എന്തിനാ എല്ലാവരോടും ഇങ്ങനെ നുണ പറയുന്നത്? അമ്മ നാട്ടിലില്ല, ദുബായിലാണ്, അതാണ് ഇതാണ് എന്നൊക്കെ. അപ്പോൾ രേവതി പറയാ, ഉടനെ തന്നെ പറയേ ശ്രുതി, അതെ മോനെ നീ മനസ്സിലാക്ക്, ഞാൻ ദേ നല്ല അടി തരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ അടിക്കാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ടേ, അതെ മേഡം കുട്ടിയെ ഉപദ്രവിക്കണ്ട, ഇവിടെ വരുന്ന കുട്ടികളൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ബോർഡിങ്ങിലൊക്കെ നിൽക്കാൻ അവർക്ക് ഭയങ്കര മടിയാണ്, അച്ഛനെയും അമ്മയും കാണണമെന്ന് അവർക്ക് എപ്പോഴും വിചാരം കാണും, അതുകൊണ്ടായിരിക്കും മോനും അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് മേഡം മോനെ അടിക്കണ്ട, ഞങ്ങൾ കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ടീച്ചർ ആദ്യം വിളിച്ചിട്ട് പോവുക. ആദ്യമാണെങ്കിൽ ആകെ മൊത്തം കരഞ്ഞ് വിഷമിച്ചാണ് കേട്ടോ പോകുന്നത്. പാവം ശ്രുതിയാണെങ്കിൽ അവിടുന്ന് സ്ഥലം വിടുകയാണ് ആ സമയത്ത് തന്നെ. അപ്പോഴേക്കും അവിടെ ശ്രുതിയുടെ അമ്മ നിൽപ്പുണ്ടായിരുന്നു. ശ്രുതിയുടെ അമ്മ മോനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ശ്രുതിയുടെ അമ്മ ചെന്നിട്ട് വിളിക്കുകയാണ്, കല്യാണി ഒന്ന് നിന്നെ, നീ എങ്ങോട്ടാ ഓടിപ്പോകുന്നേ? അപ്പോഴേക്കും ശ്രുതി അവിടെ നിൽക്കുക. അപ്പം ചെന്നിട്ട് വിമല ചോദിക്കുന്നുണ്ട്, നീ എന്താടി മോനെ തല്ലാൻ വരെ പോകുന്നുണ്ടല്ലോ, നിന്റെ കുഞ്ഞല്ലേ അവൻ, നീ പ്രസവിച്ച കുഞ്ഞല്ലേ, അതിനെ നോക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യണ്ടേ? നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അതിൻ്റെ വിവരങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ അറിയിച്ചോ? ഇല്ലല്ലോ, അവൻ പാവം, ആ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? അപ്പോഴേക്കും ഉടനെ ശ്രുതിക്ക് ദേഷ്യം വരിക, എന്താ നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നാളും? അവൻ്റെ അമ്മൂമ്മയാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു, അന്ന് ആ കൊച്ചിനെ അവിടെ ഉപേക്ഷിച്ചേച്ച് പോയതല്ലേ നിങ്ങൾ, ഇനി നിങ്ങൾ അവനെ കാണാനോ അവൻ്റെ കൂടെ നിൽക്കാനോ വരണ്ടാന്ന് പറയാം. അപ്പോൾ വിമല പറയാ, അതെന്താ നീ അങ്ങനെ പറയുന്നത്, അവനെ എൻ്റെ കൂടെ വിട്, ഞാൻ നോക്കിക്കോളാം അവനെ, ഇങ്ങനെ ബോർഡിങ്ങിൽ നിർത്തി പാവത്തിന് വിഷമിപ്പിക്കില്ലേ? അപ്പോൾ ശ്രുതി പറയാം, വേണ്ട, എൻ്റെ മോനെ എവിടെ നിർത്തണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങൾ അവനെ നോക്കാനൊന്നും വരണ്ട, അവൻ ബോർഡിങ്ങിൽ തന്നെ നിൽക്കും, ഇതെൻ്റെ തീരുമാനമാണ്, അന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, ഇനി നിങ്ങളുടെ കൂടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വിമല പറയാം, ഓ നിൻ്റെ മോൻ തന്നെയല്ലേടി, നിൻ്റെ ഒരു കാര്യം. അപ്പോൾ പറയാം, നിങ്ങളല്ലേ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ലേ അന്നൊരു വയസ്സിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചത്, അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കായിരുന്നു, അതിലുണ്ടായ ഒരു അബദ്ധമാണ് ഈ ആദി, അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പാടില്ല അല്ലേ, ഇപ്പം അവനെ കൂടി ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാൽ എൻ്റെ ജീവിതം തകർന്നു പോകുന്നത് നിങ്ങൾക്ക് അറിയില്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇപ്പോഴും ഇത് പറയുന്നത്, നിങ്ങൾ എൻ്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോണമെന്ന് പറയാം. അപ്പോൾ വിമലയ്ക്ക് ആകെ വിഷമാവുകയാണ് കേട്ടോ. അങ്ങനെ പോയി ഓടി ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ രേവതി പൂക്കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് അതുവഴി പോകുന്നതാണെന്ന്. അപ്പോൾ രേവതി വിമലയെ കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ആദിമോൻ്റെ അമ്മൂമ്മയല്ലേ, ആദിമോൻ്റെ അമ്മൂമ്മ എന്താ എവിടെ ഓടിപ്പോകുന്നതെന്നൊക്കെ ചോദിക്കുക. ആദിമോൻ എന്തേ, അന്ന് എന്തിനാ അവിടെ നിർത്തിയിട്ട് പോയേ, എന്തിനാ അവനെ ഉപേക്ഷിച്ചിട്ട് പോയേ, നിങ്ങൾക്കാർക്കും അവനെ വേണ്ടേ, അവനിപ്പോൾ എവിടെയാ എന്നൊക്കെ ഒരു 100 ചോദ്യം ചോദിക്കുക നമ്മുടെ രേവതി. അപ്പോൾ വിമല പറയാ, മോളെ എൻ്റെ ചില സാഹചര്യം കൊണ്ടാണ് എനിക്ക് അവിടെ നിർത്തിയിട്ട് പോരേണ്ടി വന്നത്, അവനെ ഉപേക്ഷിക്കേണ്ടി വന്നത്, അതൊക്കെ ഒരു വലിയ കഥയാന്ന് പറയുമ്പം അവൻ്റെ അമ്മയില്ലേ, അവൻ്റെ അമ്മ ദുബായിൽ നിന്ന് വന്നില്ലേ,
അവൾ നോക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല മോനെ, അവൻ്റെ അമ്മ ദുബായിലൊന്നും അല്ല, അത് വേറെ ചില കഥകളൊക്കെയാ. അവൻ്റെ അമ്മയ്ക്ക് അവനെ വേണ്ട, അവന് വേണ്ട. അതുകൊണ്ടാ എനിക്ക് അവനെ കൂടെ നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ അവനെ ഉപേക്ഷിച്ചതല്ല, അവക്ക് വേണ്ടിയിട്ടാ. അവൻ്റെ അമ്മ അവനെ പറ്റിക്കുക, അവൻ്റെ അമ്മ ഒരു ദുഷ്ട സ്ത്രീയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയി ബസ്സിൽ കയറുവാണ് വിമല. എന്നാൽ എന്താണെന്ന് പിന്നെയും ചോദിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുക രേവതി. പക്ഷെ അവരങ്ങ് ഓടി ബസ്സിൽ കയറി അങ്ങ് പോവാണ്. രേവതി ആണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ ആദിമോൻ്റെ കാര്യത്തിലെന്നൊക്കെ ചിന്തിച്ചിട്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്